ഇത് UDF ഗവൺമെന്റ് പ്രതിപക്ഷത്തിരിക്കുന്ന സമയത്ത് അതിൻ്റെ നേതാക്കൾ പറഞ്ഞതിനെല്ലാം ഘടകവിരുദ്ധമായ പ്രവർത്തനമാണ് ഇപ്പോൾ നടത്തുന്നതെന്ന് നമുക്ക് കാണാൻ സാധിക്കും. ഇപ്പോൾ സ്വർണ്ണക്കൊള്ള കേസ് തെറ്റിദ്ധരിപ്പിച്ച് ഇടതുപക്ഷത്താണ് എന്തോ അതിൻ്റെ ഉത്തരവാദിത്വം എന്ന നിലയിലാണ് തെരഞ്ഞെടുപ്പിൻ്റെ സമയത്ത് നാടാകെ പ്രചരിപ്പിച്ചത്. അന്നത്തെ ദേവസ്വം ചെയർമാനായിരുന്ന ഒരാൾ അവിടെ ഉണ്ടായിരുന്നു ആ സമയത്ത് എന്നുള്ളത് കൊണ്ട് LDF ആണ് സ്വർണം കട്ടത്, അല്ലെങ്കിൽ സഖാക്കളാണ് സ്വർണം കട്ടത് എന്നുള്ള നിലയിൽ പ്രചരിപ്പിക്കാൻ അവർ ശ്രമിച്ചു എന്നുള്ളതാണ്. യഥാർത്ഥത്തിലുള്ള വസ്തുത LDF ആയിരുന്നില്ലേ ആ സ്വർണ്ണക്കൊള്ള കണ്ടുപിടിക്കാൻ പരിശ്രമിച്ചത്? സ്വർണ്ണക്കൊള്ളയിൽ പങ്കെടുത്തിട്ടുള്ള ഗോവർദ്ധൻ അടക്കമുള്ള ആളുകൾ അവർ LDFുമായിട്ട് ബന്ധമുള്ളതാണോ? സോണിയാഗാന്ധിയെ സന്ദർശിക്കുമ്പോൾ എടുത്തും വലത്തും നിന്നത് സ്വർണം കട്ടയാളും സ്വർണം വാങ്ങിയ അല്ലേ? അതെല്ലാം ഞങ്ങൾ പറഞ്ഞു. പക്ഷേ വലിയ വൻകിട മാധ്യമങ്ങൾ നിങ്ങളടക്കം വലിയ പ്രചാരം കൊടുത്തത് സ്വർണം കട്ടവരാരപ്പ, സഖാക്കളാണ് അയ്യപ്പ എന്നുള്ള ആ ഉണ്ടാക്കിയിട്ടുള്ള ക്രിയേഷൻ ആണ്, നറേറ്റീവിനാണ് നിങ്ങൾ ഒരുപാട് ആളുകൾ അതിന് പ്രാധാന്യം കൊടുത്തത്. സോഷ്യൽ മീഡിയയിലൂടെ കൂടുതലും ഞങ്ങളാലാവും വിധം ഞങ്ങളതിന് മറുപടിയെല്ലാം പറഞ്ഞു. പക്ഷേ ജനങ്ങളിൽ കുറച്ച് പേരെങ്കിലും അത് വിശ്വസിച്ചിട്ടുണ്ടാവുമോ എന്ന് ഞങ്ങൾ ഭയക്കുന്നു. പക്ഷെ ഇപ്പോൾ നോക്കൂ, പ്രതികൾക്ക് വേണ്ടി വാദിച്ച വക്കീല് ദേവസ്വത്തിൻ്റെ അഡ്വക്കേറ്റായിട്ട് ഗവൺമെൻറ് തിരഞ്ഞെടുത്തിരിക്കുകയാണ്. എന്താ അതിന് മറുപടി പറയാനുള്ളത്? അപ്പോൾ ആരാണ് ഈ സ്വർണ്ണ കൊള്ളക്കാരെ സഹായിക്കുന്നവർ, അവരുമായി ബന്ധപ്പെടുന്നവർ? ഇലക്ഷനെല്ലാം കഴിഞ്ഞു, പക്ഷേ നമുക്ക് ഈ നാട്ടിൽ ഇനിയും ജീവിത പ്രശ്നങ്ങളുണ്ട്, ജനങ്ങളുടെ പ്രശ്നങ്ങളുണ്ട്. കഴിഞ്ഞ 10 വർഷക്കാലം LDF ഗവൺമെൻറ് ചെയ്തിട്ടുള്ള ജനകീയ പ്രവർത്തനങ്ങൾ ഇല്ലേ? അതെല്ലാം തമസ്കരിക്കും വിധം ഇങ്ങനെ വൈകാരികമായിട്ടുള്ള കുറേ മുദ്രാവാക്യങ്ങൾ സൃഷ്ടിച്ച് ഇടതുപക്ഷത്തിനെതിരായിട്ട് കുറച്ച് പേരെയെങ്കിലും മാറ്റാൻ സാധിച്ചിട്ടുണ്ടാവുമല്ലോ. അപ്പോൾ ജനങ്ങൾ ഇതെല്ലാം ആലോചിക്കണം. ഞങ്ങൾ സാധാരണ കൃത്യമായിട്ട് സത്യസന്ധമായിട്ടാണ് കാര്യങ്ങൾ പറയാറ്. ഒരു തരി സ്വർണം പോലും അയ്യപ്പൻ്റെത് മോഷ്ടിച്ചിട്ടുണ്ടെങ്കിൽ അത് കണ്ടുപിടിക്കുമെന്നാണ് അന്നത്തെ ഗവൺമെൻറ് പറഞ്ഞത്, അന്നത്തെ മന്ത്രി പറഞ്ഞത്. അപ്പോൾ ഇപ്പോൾ ജനങ്ങൾക്ക് കാര്യങ്ങൾ ബോധ്യമാവുമെന്ന് കരുതുന്നു. ഞങ്ങൾ ഒരാളെയും സംരക്ഷിക്കാൻ നിൽക്കില്ല. എന്നാൽ ഇതിനകത്ത് ആരെങ്കിലും ഇടതുപക്ഷ ചായ്വുള്ള ആളുണ്ടോ? അവരെ ചൂണ്ടിക്കൊണ്ട് ഇടതുപക്ഷമാണ് ഈ മോഷണത്തിന് പിന്നിലെന്ന് പറയുകയും അതിനകത്ത് UDF ഒക്കെ ആയിട്ട് പല വിധത്തിൽ ബന്ധപ്പെടുന്നവരെ പതുക്കെ അവരുടെ പേരുകൾ തമസ്കരിക്കുകയും ചെയ്യുന്ന രീതി സമൂഹത്തിൽ ശരിയല്ലല്ലോ. അപ്പോൾ വളരെ വ്യക്തമായിരിക്കുന്നു പ്രതികൾക്ക് വേണ്ടി വാദിച്ച വക്കീല് ഗവൺമെൻറ്റിൻ്റെ ഭാഗമായിരിക്കുന്നു എന്നുള്ളത്. അപ്പോൾ ഇതാണ് നടന്നിട്ടുള്ളത് എന്ന് ജനങ്ങൾ കാണണം. ഇതെല്ലാം ജനങ്ങൾ തിരിച്ചറിയും, അതിന് യാതൊരു സംശയവുമില്ല എന്നാണ് ഞങ്ങൾ വിശ്വസിക്കുന്നത്. ഇപ്പോൾ വലിയൊരു ആശങ്കയെ മാറുന്നുണ്ട്. മാത്രമല്ല, ഇപ്പോഴത്തെ ആരോഗ്യമന്ത്രി K മുരളീധരൻ നേരത്തെ പറയുന്ന പ്രസ്താവന, എണ്ണം കെട്ടവൻ ഭരിക്കുമ്പോൾ പലതും സംഭവിക്കും. ഇത് എല്ലാ ദിവസവും പറയാൻ കഴിയില്ല. ഇന്നലെ അദ്ദേഹം അതിന് മറുപടിയായിട്ട് പറഞ്ഞത് മന്ത്രിയായിരുന്ന സമയത്ത് പലതും പ്രതിപക്ഷത്തിരിക്കുന്ന സമയത്ത് അതെ രണ്ടും രണ്ടാണെന്നാണ്. നമ്മൾ എപ്പോഴും പറയുമ്പോൾ ആധികാരികമായിട്ട് പറയണം, പ്രതിപക്ഷത്തായാലും ഭരണപക്ഷത്തായാലും. ഇന്നലെ കാസർഗോഡ് നിന്ന് ഞാൻ നിങ്ങളെല്ലാവരും ചോദിച്ചപ്പോൾ പ്രതികരിച്ചിരുന്നു. ഏതാണ് ഭരണമെന്നോ ഏത് പാർട്ടിയുടെ മന്ത്രിയാണെന്നോ ഒന്നും നോക്കിയിട്ടല്ല ഈ പകർച്ചവ്യാധികളെല്ലാം വരുന്നത്. അപ്പോൾ വരുമ്പം അതിനെ നേരിടാൻ ഒരുമിച്ച് നിൽക്കണമെന്നാണ് ഞാൻ ഇന്നലെ എൻ്റെ ഒരു അനുഭവത്തിൽ പഴയൊരു മന്ത്രി എന്നുള്ള നിലയിൽ ഞാൻ പറഞ്ഞത്. അതാണ്, അത് തന്നെ എനിക്കിന്നും പറയാനുള്ളൂ. അതുകൊണ്ട് നമ്മളെല്ലാം പറയുമ്പോൾ സത്യസന്ധമായും ശാസ്ത്രീയമായിട്ടും, ഇത് ശാസ്ത്രയുഗമാണ്. അപ്പോൾ എന്താണ് ഈ കോവിഡ് വൈറസ്, എന്താണ് നിപ്പ വൈറസ്, അത് നമ്മൾ മനസ്സിലാക്കിയിട്ട് പറയണം.